നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ മാത്രം 8 മലയാളികളാണ് മരിച്ചത്. സൗദിയിൽ മാത്രം 5 മലയാളികളും. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 151 ഉയർന്നു. തൃശൂർ ഇരിഞ്ഞാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി കൊരമുട്ടിപ്പറമ്പിൽ ബഷീർ, മലപ്പുറം ചട്ടിപ്പറമ്പ് ചെങ്ങോട്ടൂർ സ്വദേശി പള്ളിയിൽ ഉമർ, മലപ്പുറം കാളിക്കാവ് സ്വദേശി മുഹമ്മദ് അലി ആനപ്പറ്റത്ത്, കോഴിക്കോട് പെരിന്തൽമണ്ണ തെക്കേപ്പാടത്ത് VP അബ്ദുൽ ഖാദർ, മലപ്പുറം വഴിക്കടവ് സ്വദേശി പുതിയത്ത് മുഹമ്മദ് എന്നിവരാണ് സൗദിയിൽ മരിച്ചത്. 64-കാരനായ ബഷീർ റിയാദ് ബദിയയിലെ കിങ് സൽമാൻ ആശുപത്രിയിലും, 49 വയസ്സുള്ള ഉമർ ജിദ്ദ നാഷണൽ ആശുപത്രിയിലും, 49-കാരനായ മുഹമ്മദ് അലി ആനപ്പറ്റത്ത് ജിദ്ദ ജാമിയ കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിലുമാണ് മരിച്ചത്. കോഴിക്കോട് സ്വദേശി VP അബ്ദുൽ ഖാദർ ദമാം അൽഖോബാർ കിങ് ഫഹദ് ആശുപത്രിയിലും മരിച്ചു. 55 വയസ്സുണ്ട് അദ്ദേഹത്തിന്. മലപ്പുറം കടങ്ങപുരം സ്വദേശി ഷാഹുൽ ഹമീദ്, തിരൂർ തൃക്കണ്ടിയൂർ സ്വദേശി കോടാലിൽ അബ്ദുൽ കരീം, മലപ്പുറം എടപ്പാൾ ഐലക്കാട് സ്വദേശി കുണ്ടുപറമ്പിൽ മൊയ്തൂട്ടി എന്നിവരാണ് UAE-യിൽ മരിച്ചത്. 37-കാരനായ ഷാഹുൽ ഹമീദ് അജ്മാനിലെ കഫ്തീരിയ ജീവനക്കാരനാണ്. 48-കാരനായ അബ്ദുൽ കരീം ദുബായിലും, 50 വയസ്സുള്ള മൊയ്തൂട്ടി അബുദാബിയിലുമാണ് മരിച്ചത്. ഗൾഫിൽ കോവിഡ് ബാധിച്ചുള്ള മലയാളികളുടെ മരണസംഖ്യ 181 കടന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് വിവിധ സാമൂഹിക കൂട്ടായ്മകൾ ആവശ്യപ്പെടുകയാണ്. ഗൾഫിൽ കോവിഡ് മരണം ഇതോടുകൂടി 1004 കടന്നിരിക്കുകയാണ്. ഇന്നലെ മാത്രം 32 പേർ കൂടി ഗൾഫിൽ കോവിഡ് ബാധിച്ചു മരിച്ചു. ഇതോടെ മരണസംഖ്യ 1004 ഉയരുകയും ചെയ്തു. 6000-ലേറെ പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,12,000 കടന്നിരിക്കുകയാണ്. സൗദിയിലാണ് ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയത്. രോഗികളുടെ എണ്ണവും കുത്തനെ ഉയർന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഗൾഫിൽ ഉടലെടുത്തിരിക്കുന്നത്. ബഹ്റൈൻ, ഒമാൻ ഉൾപ്പെടെ രോഗവ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിലും പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനയാണ് രൂപപ്പെട്ടത്. ഇത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഒമാനിൽ 811, ബഹ്റൈനിൽ 360 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 1992 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഖത്തറിൽ രോഗികളുടെ എണ്ണം 53,000-ലെത്തി. സൗദിയിൽ 1581, UAE-യിൽ 638, കുവൈറ്റിൽ 1072 പുതിയ രോഗികളുടെ എണ്ണം രേഖപ്പെടുത്തുന്നത്. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ ഇളവുകൾ നൽകാനുള്ള നീക്കത്തിലാണ് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.